എന്തിനോടാണ് നമ്മൾ അവരെ താമ്യപ്പെടുത്തുന്നത് ചോദിച്ചാൽ, ഒരു മനോരോഗം ബാധിച്ച ഒരാളിനേക്കാൾ വളരെ മോശമാണ് ഇവരുടെ നില. മനോരോഗി എന്താ ചെയ്യുന്നത്? അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അയാളുടെ ബോധം നശിച്ച ആളാണ്. അയാൾക്ക് മരുന്നൊക്കെ കഴിച്ചതിന്റെ തീവ്രത നമ്മൾ കുറച്ച് നിർത്തുകയാണ് പതിവ്. സാധാരണ ഈ MDMA പോലെയുള്ള ഈ കൊക്കൈൻ, ഇങ്ങനെയൊക്കെയുള്ള ബ്രൗൺ ഷുഗറും ഈയൊക്കെ അതിന്റെ ലേറ്റസ്റ്റ് രാസലഹരി വെർഷനാണ് ഈ MDMA എന്ന് പറയുന്നത്. ആ സാധനത്തിന്റെ തരി, ആ സാധനം ഒരു 7-8 തവണ കഴിക്കുന്ന ഒരാള് അവന്റെ ഷേപ്പ് തെറ്റും, ആരോഗ്യം പോകും, അവന്റെ ബോഡിയൊക്കെ വല്ലാത്ത രീതിയിലാകും. കുഴമാർ ആളുകളെ ആരെയൊക്കെയോ ഭയക്കുന്നത് പോലെ കണ്ണുകളൊക്കെ ഉന്തി കോലം കെട്ട് അകാലത്തിൽ 15 വയസ്സ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ശ്രദ്ധിക്കാറില്ല, MLA മനസ്സിലായി കാണും. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസം 600 കേസെടുത്തു, ഏതാണ്ട് 600ഓളം കേസെടുത്തിട്ടുണ്ട്. അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. അതിൽ 10-17% അഭിമാനമാണ്. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ എല്ലാ സ്കൂളുകളിലും, കൊച്ചു കുട്ടികളടക്കം തന്നെ എല്ലാ സ്കൂളുകളിലും പരസ്പരം വഴക്കിട്ട് അടിയുണ്ടാക്കാണ്, കൂട്ടത്തല്ലുണ്ടാക്കാണ്. അപ്പൊ SKയുടെ ഒരു അഭ്യർത്ഥന എനിക്കുള്ളത്, SKയുടെ ഈ മൂവ്മെന്റ് വളരെ എന്താ പറയാ, അരുത് അക്രമം, അരുത് ലഹരി, ഈ വലിയൊരു മൂവ്മെന്റ് ആണ്. അതിന് പിന്നിൽ ഒരു വലിയൊരു പ്രശ്നം ഇപ്പൊ നടക്കുന്നത്, അധ്യാപകരെല്ലാവരും ഇപ്പോൾ നോക്കുകുത്തികളായിരിക്കുകയാണ്. ഇന്ന് സ്കൂൾ തലങ്ങളിൽ അധ്യാപകർക്ക് റോളില്ല, എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനൊരു മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെ യൂണിയനുകളുണ്ട്. ഞാനിപ്പോ ഒരു രാഷ്ട്രീയം പ്രത്യേകം പറയുന്നതല്ല കേട്ടോ, എല്ലാ പാർട്ടികളുടെ യൂണിയനുകൾ നടന്നിരിക്കണം. അപ്പൊ കുട്ടികളെ എന്ത് തെറ്റ് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ രാഷ്ട്രീയ സംഘങ്ങൾ വരുന്നു. അതുകൊണ്ട് അധ്യാപകർക്ക് പേടിയായി. അധ്യാപകർ കുട്ടികൾ വഴക്ക് പറയുമ്പോൾ അധ്യാപകർക്കെതിരെ കേസെടുക്കുന്നു, അവരെ തല്ലുന്നു, അങ്ങനെ തല്ല് നടത്തുന്നു. പിന്നീട് ഇപ്പൊ എന്തായി, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അടിയുണ്ടാക്കാണ്. അപ്പൊ വലിയൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് SKയുടെ ഈ വലിയ മൂവ്മെന്റിന് ഞങ്ങൾ എല്ലാവരെയും പൂർണ്ണ പിന്തുണ നൽകുന്നു. ജനസേവ ശിശുഭവന്റെയും പൂർണ്ണ പിന്തുണ നൽകുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ആലുവ